നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ നേരം വിളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയും കൊണ്ട് പോകാൻ തിരുവനന്തപുരത്തെ ഭീമാപള്ളിക്ക് അടുത്തുള്ള ആൾക്കാരെയും കൊണ്ടാണ് നമുക്ക് ഇന്ന് ട്രിപ്പ്. ആളെടുക്കെ എത്തിയോടെ ഞാൻ ഒരു കൊച്ചുകാർക്ക് ഫ്രണ്ട് ക്യാബിനിൽ കയറിയിരുന്ന സീറ്റ് ഉറപ്പിച്ചു. കുറച്ച് ഫാമിലികൾ ചേർന്നാണ് ഈ ട്രിപ്പ് അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആൾക്കാരെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് തക്കലൊക്കെ അടുത്തുള്ള മുസ്ലിം പള്ളിയിൽ. വേറെ പ്രത്യേകിച്ച് പാർക്കിംഗ് ഒന്നും കാണാത്തതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ തന്നെ വണ്ടി പാർക്ക്. രണ്ട് കൊച്ചു ഗ്രൂപ്പുകൾ ക്യാബിനിലിരുന്ന് ഫുൾ എന്റർടൈൻമെന്റ്. അങ്ങനെ തക്കല പള്ളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലം നോക്കി പോകാൻ കൂടംകുളം റോഡിലുള്ള അത്തിങ്കര പള്ളിയിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഇന്നലെ രാത്രി നമ്മുടെ വണ്ടിയിൽ ടയർ മാറാനുണ്ടായിരുന്നതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാബിൻ വ്യൂ ആസ്വദിച്ച് ചേട്ടൻ ഇവിടെ നിന്ന് നല്ല ഉറക്കത്തില്ല. ഞാൻ പതുക്കെ ലൈലൻഡിന്റെ സ്റ്റിയറിംഗിന്റെ ഭംഗിയെ ആസ്വദിച്ച് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഒറ്റ വിടലായിരുന്നു. തമിഴ്നാട്ടിലേക്ക് കയറിയ പിന്നെ റോഡ് മുഴുവൻ സ്മൂത്ത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 മണിക്കൂറിന്റെ യാത്ര ചെയ്ത് നമ്മൾ പള്ളിയുടെ അവിടെ എത്തി. പള്ളിയുടെ പിറകിൽ കിടിലെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് വണ്ടിയും കൊണ്ട് അലയേണ്ട അവസ്ഥ വന്നു. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കിട്ടിയ സമയത്ത് വണ്ടിക്കകത്ത് കയറി കിടന്നൊരു ഉറക്കം പാസ്സാക്കി. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം വന്ന് തിരിച്ച് വണ്ടിയിലേക്ക്. എന്നിട്ട് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു പള്ളിയുടെ പാർക്കിങ്ങിലേക്കാണ് നമ്മൾ നേരെ പോയത്. നമ്മുടെ ആൾക്കാർ നമുക്ക് കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരത്തിന്റെ തണലിൽ വണ്ടിയും പാർക്ക് ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കിടിലം ബ്രേക്ക്ഫാസ്റ്റിംഗ് അകത്തായി. അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വണ്ടി എടുത്തപ്പോഴാണ് ഫ്രണ്ട് ക്യാബിനിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി. തമിഴ്നാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ഇനി പോകുന്നത് കേരളത്തിലേക്ക് അമ്പൂരിക്ക് അടുത്തുള്ള മായക്കടവിലേക്കാണ് നമ്മുടെ ആൾക്കാരെയും കൊണ്ട് നമ്മൾ ഇനി പോകുന്നത്. പോകുന്ന വഴിയിലുള്ള കൂടംകുളം പവർ പ്ലാന്റ് നമ്മുടെ ആൾക്കാർക്ക് സൈഡിലൂടെ ഇങ്ങനെ കാണിച്ചു. അങ്ങനെ പവർ പ്ലാന്റ് കണ്ട് ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ അതേ ലുക്കുള്ള ഒരു വണ്ടി ഫ്രണ്ടിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അങ്ങനെ ആ വണ്ടിക്ക് ഒരു ചാറ്റയും കൊടുത്ത് തമിഴ്നാടിനും ബൈ പറഞ്ഞ് നമ്മൾ നേരെ കേരളത്തിലെത്തി. അമ്പൂരിക്ക് അടുത്തുള്ള മായം സ്കൂളിന്റെ മുമ്പിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ഇവിടെ നിന്ന് ഏകദേശം 800 മീറ്റർ താഴേക്ക് നടന്നു പോയി വേണം മായക്കടവിലെത്തി. മായക്കടവിലേക്ക് പോയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് 100 മീറ്റർ നടന്നിട്ട് ചേട്ടൻ തിരിച്ചു. നമ്മുടെ ആൾക്കാർ മായക്കടവിൽ പോയി കുളിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇവിടെ വൈറ്റ് ഷീറ്റ് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി കഴിച്ചപ്പോഴേക്കും നമ്മുടെ ആൾക്കാർ കുളിച്ച് കുട്ടപ്പനായിട്ട് തിരിച്ച് വണ്ടിയിൽ വന്ന് കയറി. രാവിലെ അവർ എവിടെ നിന്നെടുത്തു അവിടെ തന്നെ സേഫ് ആയിട്ട് കൊണ്ട് തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നാളെ.